ഇതിൽ ഏറ്റവും ശരിക്കും നമ്മൾക്ക് രണ്ടാമത്തെ നോമ്പിന്റെ ആളുകളാവണം. അതാണ് ഹദീസ് പറയുന്നത്. എന്താ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ഇത്രയും ഇപ്പോഴാ സുബഹ് ബാങ്ക് കൊടുക്കുക 5:23 അല്ലേ, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുക 6:40 5:23 പിന്നെ 20 മിനിറ്റ് 13 മണിക്കൂർ 20 മിനിറ്റും പട്ടിണി കിടന്നിട്ട് ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മൾ എന്തൊക്കെ കിട്ടണ്ടേ? അതിനാണ് പറയുന്നത് നിങ്ങൾ നാവ് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം, കയ്യും കാലും സൂക്ഷിക്കണം. അതൊന്നും സൂക്ഷിക്കുന്നില്ലെങ്കിൽ നോമ്പ് സഹിയാവും. പക്ഷെ നോമ്പിന്റെ ഒരു കൂലി ഉണ്ടാവില്ല. എന്തുകൊണ്ട് നോമ്പ് നോക്കില്ല എന്ന ചോദ്യം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഒരാളെ കൊണ്ട് പിടിച്ചെടുത്ത ഭൂമി, തട്ടിയെടുത്ത ഭൂമി, ആ തട്ടിയെടുത്ത ഭൂമിയിൽ ഒരാൾ വീടുണ്ടാക്കി, ആ വീട്ടിൽ നിന്ന് നിസ്കരിക്കൽ ഹറാമാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലേ? തട്ടിയെടുത്ത് 5 തട്ടിയെടുത്ത് അല്ലെ 11 തട്ടിയെടുത്ത് ആങ്ങളാണ് ഓർക്ക് കിട്ടിയതാണ്. ആ കിട്ടുന്നത് ബാപ്പായിൽ നിന്ന് അല്ലെ ആരും അറിയാതെ ചിലപ്പോ തട്ടിയെടുത്ത് അങ്ങനൊക്കെ ഉണ്ടാവും. ഏതായാലും അല്ലെ പിന്നെ കയ്യേറി, ആ കയ്യേറിയ ഭൂമിയിൽ ഒരു വീടുണ്ടാക്കി, ആ വീട്ടിൽ നിസ്കരിക്കൽ ഹറാമാണ്. ഒരു തുളസാപ്പ് കയറിയ ഒരാളെ തുള്ളിക്കുപ്പായി കട്ടുകൊണ്ടുപോയി, അയാൾക്ക് 2 വേറെ. ആ കട്ടുകൊണ്ടുപോയ തുണിയോ ഷർട്ടോ ധരിച്ചിട്ട് നിസ്കരിക്കൽ ഹറാമാണ്. നിസ്കാരം സഹിയാവോ? സഹിയാവും. പിന്നെന്താ പ്രശ്നം? നിസ്കരിച്ചില്ല എന്ന് പറയൂല. എന്തുകൊണ്ട് നിസ്കരിച്ചില്ലടോ? ഒരു കൂലി ഉണ്ടാവില്ല. അതുപോലെ 10-11 മണിക്കൂർ നമ്മൾ പട്ടിണി കിടന്നിട്ട് ദാഹിച്ച് വിശന്ന് പ്രയാസപ്പെട്ടിട്ട് ഒരു കൂലിയും ഉണ്ടാവാത്ത നോമ്പുണ്ട്, കൂലി ഉള്ള നോമ്പുണ്ട്. ഏതാ വേണ്ടിയെന്ന് ബുദ്ധിയുള്ളവന് ചിന്തിക്കണം. അവിടെ മൂല അത് വലിയ കാര്യമില്ല. അത് ഓണിലോ ഓണം അത് ഓഫായിട്ട് അവിടെ സംശയം പുറത്ത് വെച്ചാൽ അവിടെ അവിടെ ഓഫായി പോയി. അപ്പൊ നോക്കി 13 മണിക്കൂറും 20 മിനിറ്റും ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, അതിന് ഒരു കൂലി കിട്ടുന്നില്ല എന്നാ പിന്നെ എന്താ കഷ്ടപ്പെടുത്തനെ കഷ്ടപ്പാട്? അതുകൊണ്ടാ പറഞ്ഞ സവാസിന്റെ നോമ്പുണ്ടാവണം. നോമ്പ് നോറ്റ മനുഷ്യൻ അവന്റെ കണ്ണ് സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം, കാല് സൂക്ഷിക്കണം, കൈ സൂക്ഷിക്കണം. തിന്നാൽ നോമ്പെന്ന് കൊണ്ട് അത് എനിക്കുണ്ട്, കുടിച്ചാൽ നോമ്പ് തന്നെ വാക്കിലായി എന്നെ കലാവ് കൊണ്ടു. നോമ്പ് നോക്കി നോമ്പോടുകൂടി ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ നോമ്പ് മുറിഞ്ഞു. അത് കലാവ് കൊണ്ടിയാൽ മാത്രം പോരാ, പിന്നെ തുടർച്ചയായി 60 നോമ്പ് നോക്കണം. അതിന്റെ പ്രായശ്ചിത്തം സുബയൊക്കെ കുറച്ച് കിടക്കട്ടെ വിചാരിച്ച് പോയിട്ട് കിടന്നതാ പോലെ ഭാര്യയും അടുത്ത് വന്ന് കിടന്നു
നല്ല ഏഷ്യത്തിട്ട് ഒന്ന് പൊതച്ചു മൂടി എന്തോ അതങ്ങ് സംഭവിച്ചു. എന്താ പ്രശ്നം? നോമ്പ് ആ നോമ്പ് കലായ വീട്ടണം. കലായ വീട്ടിട്ട് ഇനിയാ ഇത് ചെയ്തതിന്റെ പ്രായശ്ചിത്തമായിട്ട് അവൻ 60 നോമ്പ് 2 മാസം തുടർച്ചയായി നോമ്പ്. അല്ലെങ്കിൽ കുറ്റക്കാരനായി നോമ്പ് നോറ്റിട്ട് ഭാര്യയുമായി നോമ്പോടുകൂടി ബന്ധപ്പെട്ടവർക്കുള്ള ശിക്ഷയാണ് 2 മാസം തുടർച്ചയായി നോമ്പ് നോക്കണം. 59 ദിവസം നോറ്റു. 60ാമത്തെ ദിവസം അവന്റെ വാപ്പ മരണപ്പെട്ട് നോമ്പ് നോക്കാനായില്ല. കാരണം മയ്യത്തൊക്കെ കൊണ്ടുപോയി മറവ് ചെയ്യാനാണ് നോമ്പ് നോക്കാൻ പോയത്. പക്ഷേ പിന്നെ ക്ഷീണവും വെയിലും എല്ലാം ആയപ്പോ ഉച്ചക്ക് വെള്ളം കുടിക്കേണ്ടി വരും. ഇപ്പൊ 60ാമത്തെ നോമ്പ് നോറ്റില്ല. ഇനി തലക്കൊന്നോട് 2 മാസം എന്നെ നിയമനം. നിങ്ങൾ നോക്കി നോമ്പ് നോറ്റിട്ട് നോമ്പല്ലാത്ത സമയത്ത് ഹലാലായ അല്ലെങ്കിൽ സുന്നത്തായ ഒരു കർമ്മം നോമ്പ് നോറ്റ് ചെയ്യരുതെന്ന് പടച്ചറപ്പ് പറഞ്ഞിട്ട് ചെയ്തതിനുള്ള ശിക്ഷയാണ്. പിന്നെ അതിനേക്കാൾ വലിയ രസമുണ്ട്, അതിനേക്കാൾ വലിയ അത്ഭുതമുണ്ട്. നോമ്പ് നോറ്റ് വ്യഭിചരിച്ചവൻ 60 നോമ്പ് എന്ന് പറയുന്നത്. ഭാര്യനെ ജിമാഅ് ചെയ്തവൻ വ്യഭിചരിച്ചാൽ വേണ്ട. എന്താ കാരണം? അതിന്റെ ശിക്ഷ എത്രയോ അപ്പുറത്തുള്ളത്. അപ്പൊ നമ്മൾ ഏത് ഹദീസ് നോക്കിയാലും ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ പറഞ്ഞത് കണ്ടുപിടുത്തുന്നതല്ല. ഏറ്റവും വലിയ ബുദ്ധിയുള്ള മനുഷ്യൻ ആഹ്റത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കുകയാണ്. അതല്ല ജീവിതം അതിനുള്ളതല്ല. ആഹ്റത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ മനുഷ്യൻ? അല്ലാണ്ട് അക്കൗണ്ടിൽ ഒരു കോടി റുപ്യ അക്കൗണ്ടിൽ ഒരു കോടി റുപ്യ 3 തുണിയിലധികം പൊതിയാൻ പാടില്ല. 3 തുണിയാണ് ആണുങ്ങൾക്ക് വേണ്ടത്. 3 തുണി. അതിൽ കൂടിയായി ഒരു നീളക്കുപ്പായമുള്ള ഒരു തലയെ കെട്ടിക്കൊണ്ടി. അപ്പൊ 5. പെണ്ണുങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു അരയുടുപ്പുണ്ടാവും, ഒരു നിസ്കാരക്കുപ്പായുണ്ടാവും, ഒരു മുഖമക്കരി ഉണ്ടാവും, 2 തുണി ഉണ്ടാവും. 3 തുണി എടുക്കാൻ പാടില്ല. 2 തുണി കൊണ്ടേ പെണ്ണുങ്ങളെ വിടാൻ പാടുള്ളൂ. അതിൽ ഒന്ന് അധികമാക്കാൻ ഹറാമാണ്. അത് ആർക്ക്? എല്ലാവരും 5 പൈസ അക്കൗണ്ട് ഇല്ലാത്തവരുടെ സ്ഥിതി എന്താണ്? കോടിക്കണക്കിന് റുപ്യ അക്കൗണ്ടിൽ ഉള്ളവന്റെ സ്ഥിതി മതി. എനിക്ക് കടണ്ട്, നല്ല കടം. ഒരു കടക്കാരൻ വന്ന് പറയാ ഒന്നേ വീടാനില്ല, 3 തുണി ഉപയോഗിക്കാൻ പാടില്ല, 1 ഉപയോഗിക്കാൻ പാടുള്ളൂ, ബാക്കി 2 തുണിക്കാൻ പോലെ കൊടുക്കേണ്ടി വരും. അതിനൊക്കെയുള്ള മസാലകളാണ് നമ്മൾ പഠിച്ചെടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നോമ്പ് നോറ്റുകൊണ്ടുള്ള ആ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ആ ജീവിതം ഒന്നാലോചിച്ച് ജീവിക്കും. ഗഫലത്തിലൊക്കെ ആയിട്ട് കുടുങ്ങിപ്പോയി, അവിടെ പലതും കേട്ടുപോയി എന്നാലൊക്കെ പഠിച്ചപ്പോ ഈ സമുദായത്തിന്റെ പ്രത്യേകത അറിയില്ലേ? അതിലെന്താ പറയുന്നത്? كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقال سمعنا وأطعنا